ഹലോ ഗായ്സ്, ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. പ്ലസ് നമുക്ക് കൂടെ കുറച്ച് സംസാരിച്ചു ഇരിക്കാം. അപ്പോൾ ഇന്ന് ഞാൻ ഒന്ന് പുറത്തേക്ക് പോവുകയാണ് കേട്ടോ. തിരൂരിക്കാണ് പോണത്. കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഉണ്ട്. എന്തായാലും അവിടെ പോയാലും എനിക്ക് പെർഫെക്ഷൻ വരുള്ളൂ. അതിനെക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് തന്നെ പോണത്. അപ്പോൾ ഈ ഒരു ടോപ്പ് വന്നിട്ട് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുഴപ്പമില്ല, ഓക്കെയാണ്. 500 സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട്. ക്ലോത്ത് കുറച്ച് ക്വാളിറ്റി കുറവായ പോലെ എനിക്ക് തോന്നി. ഒരു പെപ്ലം ടോപ്പാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് വന്നിട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ട് ലെൻസ് അപ്ലിക്കേഷൻ ഇരുന്നതാണ് കേട്ടോ. അതായത് നമ്മൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ലെൻസ് അപ്ലിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ പിന്നെയും പോയിട്ട് കൈ കഴുകണം. അപ്പോൾ ആദ്യം ഇത് അങ്ങോട്ട് കഴിഞ്ഞാൽ ആ ചടങ്ങ് അങ്ങോട്ട് കഴിഞ്ഞ്. എനിക്കുള്ള കണ്ണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദൂരക്കാഴ്ച കുറവാണ്. അങ്ങനെ തന്നെയാണ് അതിന് പറയാമെന്നാക്കി തോന്നുന്നത്. ദൂരത്തുള്ള ഐറ്റംസ് ദൂരം കൂടുന്തോറും എനിക്ക് ആ ഐറ്റംസൊക്കെ ബ്ലറായിക്കൊണ്ടേയിരിക്കും. അതായത് തീരെ ക്ലിയർ ആവില്ല. അടുത്തേക്കുള്ള സാധനങ്ങളൊക്കെ എനിക്ക് നല്ലോണം കാണും കേട്ടോ. അപ്പോൾ ഈ കണ്ണട വെക്കുന്ന കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ഇതാണ്, മടിയാണ്. കാര്യം എൻ്റെ മുഖം മത്തങ്ങ പോലെ ഇരിക്കും കണ്ണട വെച്ചാൽ. അല്ലെങ്കിൽ വലിയൊരു മുഖമാണ്, അതിൻ്റെ കൂട്ടത്തിൽ കണ്ണടയും കൂടെ വെച്ചാൽ പിന്നെ പറയണ്ട. അപ്പം ഞാൻ മിക്കവാറും സമയത്ത് ഈ ലെൻസ് വെക്കാൻ വേണ്ടിയിട്ടാണ് പ്രിഫർ ചെയ്യുക. പിന്നെ ഇതൊരു മീഡിയം കംഫർട്ട് തരുന്ന ലെൻസാണ് കേട്ടോ. അധികം അത്ര വലിയൊരു കംഫർട്ടുള്ള ലെൻസല്ല. ഇതിലും നല്ല സോഫ്റ്റ് ലെൻസ് ഉണ്ട്, അത് നല്ലോണം കംഫർട്ട് തരും. ഇത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇടയ്ക്ക് കണ്ണിന് ചൊറിച്ചിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പരമാവധി ഇത് ഒഴിവാക്കും. ഇടയ്ക്ക് ഞാൻ കണ്ണടയും വെക്കലില്ല, ലെൻസും വെക്കലില്ല. മതി കണ്ടതെന്ന് വിചാരിക്കും ആൾക്കാരൊക്കെ. അങ്ങനെ ലെൻസൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ അതാ നമ്മുടെ ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ അടിപൊളി ലിപ് ബാം അറിയോ. ഒരു പ്രാവശ്യം ഇട്ട് കഴിഞ്ഞാൽ ഹോൾ ഡേ ലാസ്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ സൺസ്ക്രീനാണ്. കണ്ടോ, ഈ ഒരു ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത ഈ ഒരു സൺസ്ക്രീൻ ആട്ടോ ഞാൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ 1.5 മാസം കൊണ്ട് വാങ്ങിച്ചിട്ടുള്ള ട്യൂബാട്ടോ. ഈ 3 എണ്ണം കഴിഞ്ഞിട്ടുണ്ടായി. ഞാൻ സൺസ്ക്രീൻ വാരി പൊത്തുട്ടോ. നല്ലോണം ഞാൻ തേക്കും. അത് എടുക്കുന്നത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ചിലവരൊക്കെ ഇത്തിരിങ്ങാനും എടുക്കുള്ളൂ സൺസ്ക്രീൻ. ഞാൻ വിചാരിക്കും എന്തിനാ പിന്നെ സൺസ്ക്രീൻ ഇടുന്നത് എന്ന്. ഞാൻ കണ്ടോ എത്രയെങ്കിലും എടുക്കും. നമുക്ക് 3 ഫിംഗർ റൂളാണ് ഇതിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. പിന്നെ എനിക്ക് കറക്റ്റ് ഇട്ടിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി എത്ര വേണമെന്ന് അറിയാം. അപ്പം ഞാൻ ആ ഒരു കണക്കിൽ എടുക്കലാണ്. ശരിക്കും നമ്മൾ ഫേസിൽ മാത്രമല്ല കേട്ടോ, നമ്മൾ കയ്യിലും കാലിലൊക്കെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം. അതായത് നമ്മുടെ സണ്ണിനായിട്ട് എക്സ്പോഷർ വരുന്ന ഭാഗത്തൊക്കെ അപ്ലൈ ചെയ്യണം. പക്ഷേ എനിക്ക് കയ്യിലൊന്നും അധികം പെട്ടെന്ന് ടാൻ അടിക്കൂല. എനിക്ക് ഈ നെറ്റിയുടെ ഭാഗത്താണ് മെയിനായിട്ട് വെയിൽ കൊണ്ട് ഇങ്ങോട്ട് വന്ന നെറ്റി മാത്രം ഇങ്ങനെ ഇരുണ്ടിരിക്കും. അപ്പം ഞാൻ അതാ കഴുത്തിൽ, അതേപോലെ തന്നെ കഴുത്തിൻ്റെ ബാക്കിൽ, 2 ചെവിയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒരു വീഡിയോയിൽ ആരോ ചോദിച്ചിട്ടുണ്ടായി ചെവിയും എന്ത് ക്രീമാണ് തേക്കുന്നത്. അത് സൺസ്ക്രീനാണ് കേട്ടോ. ഞാൻ ചെവിയിലും എല്ലാ ഭാഗത്തും, അതായത് ഫേസിൽ എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാറുണ്ട്. വെയിലൊക്കെ കൊണ്ട് അത് ഒലിച്ചു പോവും, അത് വേറെ കഥ. എന്നാലും ഈ ഒരു സൺസ്ക്രീൻ അടിപൊളിയാണ് കേട്ടോ. കാര്യം ഇതത്ര ഓയിലി അല്ല, നല്ല ഫേസിന് നല്ല ഗ്ലോസി ആയിട്ട് നിൽക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു സൺസ്ക്രീൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ മേബിലൈൻ്റെ കൊളോസൽ മസ്കാര, ഈ ഒരു യെല്ലോ വേരിയൻറ്റ് വരുന്നതാട്ടോ ഉപയോഗിക്കുന്നത്. ഈ മേബിലൈന് കുറേ മസ്കാരാസ് ഉണ്ട് കേട്ടോ. ഞാൻ അതിൽ തന്നെ ഇവരുടെ വാഷബിൾ ആണ് ഉപയോഗിക്കുന്നത്. ഇവർക്ക് എല്ലാ മസ്കാരയിലും വാഷബിളും ഉണ്ട്, വാട്ടർ പ്രൂഫും ഉണ്ട്. ഞാനൊരു പ്രാവശ്യം ഇതിൻ്റെ വാട്ടർ പ്രൂഫ് വാങ്ങിച്ചിട്ടുണ്ടായി. പക്ഷെ പോകാൻ വേണ്ടിയിട്ട് പാടുപെട്ടു. കുറച്ച് പാടാണ് നമ്മുടെ വാട്ടർ പ്രൂഫ് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, പിന്നെ മേടിച്ച സമയത്ത് ഞാൻ വാഷബിളാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഡെയിലി ലൈഫിൽ ഈ ഒരു മസ്കാരൊക്കെ ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ വാഷബിളാണ് നല്ലത്. വാട്ടർ പ്രൂഫ് ആവുന്ന സമയത്ത് നമ്മൾ ഇട്ട് ഒരച്ച് പിന്നെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ പീലി ഉണ്ടാവില്ല, ഒക്കെ കൊഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പോൾ അതിനേക്കാളും നല്ലത് അത് കൊഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് വാഷബിൾ വാങ്ങിക്കുന്നതാണ്. അതാകുമ്പോൾ സുഖമാണ്, നമുക്ക് വെള്ളം തൊട്ട് കഴുകി കളഞ്ഞാൽ തന്നെ പോവും. പിന്നെ ഇതിന് കുറച്ച് സ്പ്രെഡ് ആവണ പരിപാടീസൊക്കെ ഉണ്ട്. അപ്പം നല്ല ഉണങ്ങിയതിന് ശേഷം മാത്രം കണ്ണ് നല്ലോണം മിഴിച്ച് വെക്കുക. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ബ്ലഷ് ആണ് കേട്ടോ. ഇത് എറ്റ്യൂഡ് ഹൗസിൻ്റെ ലിപ്പ് ആൻഡ് ചിക്കിൻ്റെ ആണ് കേട്ടോ. ഒരു വാട്ടർ കൺസിസ്റ്റൻസിയിൽ വരുന്ന ഐറ്റാണ്. അടിപൊളി സാധനമാണ് കേട്ടോ. ഇത് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. തേച്ചാലും മായ്ച്ചാലും ഒന്നും പോവില്ല. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കില്ലേ ലിപ്പിലൊരു കളറായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ലിപ്സ്റ്റിക്കിന് പകരം. ഇപ്പോൾ ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐറ്റേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് പോകാൻ. കാര്യം മിസ്സുമാരും ടീച്ചേഴ്സൊക്കെ കണ്ടാൽ ചീത്ത പറയും. അതൊന്നും ഇട്ടിട്ട് പോകാൻ പെർമിഷൻ ഉണ്ടാവില്ല. ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു ഹെയർ കളർ ചെയ്ത് ചെന്നിട്ട് 10th പഠിക്കുന്ന സമയത്ത് ആ ഹെയർ ബ്ലാക്ക് അടുപ്പിച്ചതിൻ്റെ ശേഷമാണ് എന്നെ തിരിച്ചിട്ട് ക്ലാസ്സിൽ കയറ്റിയത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഒരു ടൈമായിരുന്നു. അതൊക്കെ ഒരു കാലം. ഞാനൊന്ന് ഒരുങ്ങി പിടിച്ച് പോണത്. ഇവർക്ക് ആർക്കും കണ്ണെടുത്താൽ കണ്ടുവിടോ, എന്താ ചെയ്യുക. അപ്പോൾ ഇല്ലേ ഈ ഒരു ബ്ലഷ് കണ്ടില്ലേ, ഇതിൻ്റെ ഒരു കളർ കണ്ടില്ലേ, ടിൻറ്റ് നമ്മുടെ കയ്യിലൊക്കെ നല്ലോണം ആവും കേട്ടോ. പക്ഷേ ഫേസിൽ അങ്ങനെ ആവില്ല. നമ്മൾ ജസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ലിപ്സ്റ്റിക്ക്. ഇത് നമ്മുടെ മാമ എർത്തിൻ്റെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഈ ഒരു വൈറ്റ് പാക്കേജിങ്ങിൽ വരുന്നതാണ്. ഷെയ്ഡ് വന്നിട്ട് ഹേസൽനട്ട് ബ്രൗൺ. ശ്രദ്ധിച്ചോളി മക്കളെ, ഹേസൽനട്ട് ബ്രൗൺ. ഈ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ എന്ത് കിടിലാണെന്നറിയോ. ഇതിൻ്റെ വൺ ഓഫ് ഫേവറേറ്റ് എന്ന് ചോദിച്ചാൽ 2-3 എണ്ണം എനിക്ക് ഫേവറേറ്റ് ആയത്.
അതിലൊന്നാണ് കേട്ടോ ഈ ഒരു ഹേസൽനട്ട് ബ്രൗണ്. എല്ലാവർക്കും സ്യൂട്ടായി പോകും. എസ്പെഷ്യലി മീഡിയം സ്കിൻ ടോണിലേക്ക് വരുമ്പോൾ എന്ത് അടിപൊളിയാണെന്നറിയ. ഒരു ഷെയ്ഡ് ഭയങ്കര ഒരു നൈസായിട്ടുള്ള ബ്രൗൺ ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഇടാൻ വേണ്ടിയിട്ട്. അത്രയും കംഫർട്ടബിളുമാണ്. നമ്മളിത് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണെങ്കിലും നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ ഒരു മാറ്റ് ഫോമിലേക്ക് സെറ്റാവും. അടിപൊളി സാധനമാണ്. പറ്റുകയാണെങ്കിൽ മേടിച്ചോളി. പിന്നെ ഞാൻ അതാ എൻ്റെ വാച്ച് ഇടുകയാണ് കേട്ടോ. എനിക്കിപ്പോൾ കാസിയോനേക്കാളും ഫേവറേറ്റ് ആയിട്ടുള്ള വാച്ചാണ് കേട്ടോ. അത് കാസിയോ നാശമായിപ്പോയി. ഞാൻ ട്രെയിനിലൊക്കെ കോളേജിലേക്കൊക്കെ പോയ സമയത്ത് കമ്പിയിലും അവിടെ ഇവിടെയൊക്കെ വെച്ച് ഇടിച്ചിട്ട് തിക്കും തിരക്കുമല്ലേ, അതിനെക്കൊണ്ട് അത് നാശമായിപ്പോയി. അപ്പോൾ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വീണ്. അപ്പോൾ ഞാൻ ഇതാണ് മെയിനായിട്ട് ഉപയോഗിക്കൽ കേട്ടോ. പിന്നെ ഞാനിതെൻ്റെ ഈ ചപ്രത്തലേനെ ഒതുക്കാനുള്ള കഷ്ടപ്പാടിലാണ് കേട്ടോ. ഈ ഒരു കളർ ചെയ്തതിൻ്റെ ശേഷം എൻ്റെ മുടി കൂടുതലായിട്ട് ഡ്രൈ ആയി. അതുവരെ അത്ര ഡ്രൈ അല്ലായിരുന്നു, നല്ലോണം ഹെയർ ഫോളും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ മുടിയൊക്കെ ഒരു വിധം ചീകി കെട്ടി ഞാൻ സ്പ്രേ അടിക്കുകയാണ്. സ്പ്രേ അല്ല, നമ്മുടെ ബോഡി മിസ്റ്റ് അതടിക്കുകയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ ബോഡി മിസ്റ്റ് ഇപ്പോൾ അങ്ങനെ മേത്തേക്ക് അടിക്കാൻ പറ്റണില്ല, സ്കിന്നിൽ അടിക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. റാഷസ് വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എന്തോ അലർജിയാണെന്നാണ് തോന്നണേ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഡ്രസ്സിലാണ് അടിക്കാറ്. പിന്നെ ഞാൻ അതാ ഈ ഒരു ബ്ലാക്കിലേക്ക് ഈ ഒരു പിങ്ക് ബാഗ് ഇടാമെന്ന് വിചാരിച്ചിട്ടോ. എൻ്റെ ഫേവറേറ്റ് അലൻസോളീൻ്റെ ബാഗ്. അതിലേക്ക് ഞാൻ കാശും ചില്ലറ പൈസയൊക്കെ പെറുക്കി കൂട്ടി അതിൽ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ, റെഡി ആയിട്ട് കഴിഞ്ഞിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പിന്നെ ഒരു വീഡിയോയിൽ കാണാം. ബൈ.